ദേശീയ ജലപാതയായ കനോലി കനാൽ നാടിന്റെ സെപ്റ്റിക് ടാങ്കാണ്. പ്രദേശത്തെ നൂറുകണക്കിന് വീടുകളിലെയും ഹോട്ടലുകളിലെയും കക്കൂസ് പൈപ്പുകൾ വാതുറക്കുന്നത് കനാലിലേക്കാണ്. താങ്ങാവുന്നതിലപ്പുറം മാലിന്യം വഹിച്ച് ഒഴുകുന്നു. പുഴയിലെ ജീവനും നഷ്ടമാകുന്നതോടെ പുനരുജ്ജീവിപ്പിക്കാനൊരുങ്ങുകയാണ് പൊന്നാനി നഗരസഭ. സെപ്റ്റിക് മാലിന്യം നേരിട്ട് ഒഴുക്കിവിടുന്ന 300-ലധികം വീടുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിച്ചു നൽകുന്നത്. ശാസ്ത്രീയമായി ശുദ്ധീകരിക്കുന്ന ടാങ്കുകളാണ് നിർമ്മിക്കുക. ഞങ്ങളുടെ നാടിൻ്റെ ഹൃദയധമനിയാണ് ഈ കനോലി കനാൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പൊന്നാനിയുടെ പൈതൃക നഗരം അല്ലെങ്കിൽ പുരാതന നഗരം രൂപം കൊണ്ടത്. ഒരു ചരിത്ര നഗരി എന്ന രീതിയിൽ ഒട്ടനവധി കെട്ടുവള്ളങ്ങൾ വന്നിരുന്ന സ്ഥലവും ഒട്ടനവധി വിദേശ രാഷ്ട്രങ്ങളിലേക്കടക്കം ചരക്ക് ഗതാഗതം പോയിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഇവിടെ. ഈ കനാലിൻ്റെ തീരത്താണ് പൊന്നാനിയുടെ നഗരജീവിതം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ജീവിത യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു. ആ കനാലിനെ തിരിച്ചു പിടിക്കുക എന്നത് ഞങ്ങളുടെ ഒരു പ്രധാന കർത്തവ്യമായി ഞങ്ങൾ കാണുന്നു. അവിടെ ഈ കനാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് ലഭിച്ചിരുന്ന ഒട്ടനവധി ഔഷധ മത്സ്യങ്ങളുണ്ട്. അത്തരം മത്സ്യങ്ങൾ പോലും ഇന്ന് കഴിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ അതുതന്നെ വംശനാശം സംഭവിച്ചു പോയി. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒട്ടനവധി ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായിരുന്നു ഈ കനാൽ. അത്തരത്തിലുള്ള ഒട്ടനവധി വിലമതിക്കാനാവാത്ത സ്പീസീസുകളടക്കം ഇവിടെ നിന്ന് അന്യം നിന്ന് പോയി. ഇതെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ പ്രകൃതി സമ്പന്നമായ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദേശീയ ജലപാത തിരിച്ചു പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഹരിത കേരളം പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതിന് ഈ ODF അല്ലെങ്കിൽ സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത നഗരം എന്നത് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇതുകൂടി പൂർത്തിയായാൽ മാത്രമേ പരിപൂർണതയിലെത്തൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് തയ്യാറായി വന്നത്. സെപ്റ്റിക് ടാങ്കിലെത്തുന്ന മാലിന്യം ആദ്യഘട്ടത്തിൽ നടക്കുന്ന ശുദ്ധീകരണത്തിലൂടെ രണ്ടാമത്തെ ടാങ്കിലെത്തുന്നു. തുടർന്ന് രണ്ടാമത്തെ ടാങ്കിലെ കല്ലും മണലും ഈ വെള്ളത്തെ വീണ്ടും ശുദ്ധിയാക്കുന്നു. ശുദ്ധമായ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നു. ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ബയോഡീഗ്രഡേഷൻ എന്ന പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, നമുക്കിപ്പോൾ ഇതുപോലുള്ള വാട്ടർ ലോഗുള്ള സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ റൂട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വേരുകളൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വാട്ടർ കണ്ടാമിനേഷൻ വന്നിട്ട് അടുത്തുള്ള കിണറുകളൊക്കെ പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു HDP ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടാങ്കാണ്. ഇതൊരു ബയോ ഡൈജസ്റ്ററാണ്. വെറുതെ ഒരു സെപ്റ്റിക് ടാങ്ക് അല്ല. ഇതിനകത്ത് നിറയെ നമ്മൾ പാൽറിംഗ് മീഡിയ എന്ന മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മുഴുവനായിട്ട് നമ്മുടെ ഈ ഫീക്കൽ മാറ്ററിലുള്ള നമ്മുടെ മലത്തിനകത്തുള്ള ബാക്ടീരിയ ഈ മീഡിയയിൽ മുഴുവനായിട്ട് വളരുകയും അത് വെള്ളത്തിലൂടെ ഈ ടാങ്കിന് മൊത്തം ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വെള്ളം മൂവ് ചെയ്യുമ്പോഴൊക്കെ ഈ മീഡിയ ഫ്ലോട്ട് ചെയ്യും. അപ്പം അത് പെട്ടെന്ന് ഡൈജഷൻ പ്രോസസ്സ് വേഗം നടക്കുകയും പുറത്തു വരുന്ന വെള്ളം പരമാവധി BOD കുറഞ്ഞിട്ടുള്ള വെള്ളമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അത് പിന്നെ വീണ്ടും ഒരു സ്റ്റോക്ക് പിറ്റിലേക്ക് വിട്ടിട്ടാണ് നമ്മൾ ഗ്രേവലും സാൻഡുള്ള പിന്നെയും ഫിൽറ്ററിങ്, നാച്ചുറൽ ഫിൽറ്ററിങ്ങിലൂടെ വിട്ടിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് വിടുന്നുള്ളൂ. ശുദ്ധമായി മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളം ഒരിക്കലും കനോലി കനാലിന് വെല്ലുവിളിയുണ്ടാകില്ല. വിദഗ്ധരുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. വീടുകൾക്ക് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.